ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് SSCയുടെ എക്സാമൊക്കെ അടുത്ത് വരാണ്. സോ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗേറ്റിൻ്റെ ക്ലാസ് പാരലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇത് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. SSCയുടെ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ടഫ് സബ്ജക്റ്റാണ്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും അതൊരു ടഫ് സബ്ജക്റ്റാണ്. പക്ഷെ നമുക്ക് കുറേയേറെ ടോപ്പിക്സ് കവർ ചെയ്താൽ തന്നെയും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അങ്ങനത്തെ കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ബാറ്റൻഡ് കോളം ഈസ് ഇൻക്രീസ്ഡ് ബൈ. നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ബാറ്റൻഡ് കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എത്രമാത്രം ഇൻക്രീസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ലേസ്ഡ് കോളവും ബാറ്റൻഡ് കോളവും. അതായത് നമ്മൾ ബിൽട്ടപ്പ് കോളത്തിനെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലേസ്ഡ് കോളവും ആൻഡ് ബാറ്റൻഡ് കോളം. ലേസ്ഡ് മെമ്പർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലേസ്ഡ് കോളം എന്ന് പറയും. ബാറ്റൻഡ് മെമ്പർ ആണെങ്കിൽ നമ്മൾ ബാറ്റൻഡ് കോളം എന്ന് പറയും. സോ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, ആ ഇൻക്ലൈൻഡ് മെമ്പർ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനാണ് ലേസ് എന്ന് പറയുന്നത്, ലേസിംഗ് എന്ന് പറയുന്നത്. ദെൻ ആ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ബാറ്റൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ബാറ്റൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്റൻസിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ബാറ്റൻസ് എന്ന് പറയുന്നത് ചാനൽസ്, പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഐ സെക്ഷൻസ് ആണ്. അതിനെ നമ്മൾ റിവറ്റ്, ബോൾട്ട് അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യുവാണ്. സോ എത്ര നമ്പർ ഓഫ് ബാറ്റൻസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം എത്ര നമ്പർ ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആ കോളത്തിന് മിനിമം ഒരു 3 ബയാസ് ആയിട്ടെങ്കിലും 3 ബയാസ് ഓഫ് കോളംസ് അങ്ങനെയെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ രീതിക്കാണ് നമ്മൾ നമ്പർ ഓഫ് ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ബാറ്റൻസ് 4 എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ച് നമ്പർ ഓഫ് ബാറ്റൻസ്, മിനിമം നമ്പർ ഓഫ് ബാറ്റൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ 4 നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. സോ ഒരു ബാറ്റൻഡ് കോളത്തിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 1.1 ടൈംസ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് കോളമാണ്. സോ അങ്ങനെയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ബാറ്റൻഡ് കോളത്തിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് മിനിമം തിക്നെസ് ഓഫ് ബാറ്റൻ പ്ലേറ്റ്. ബാറ്റൻ പ്ലേറ്റിൻ്റെ മിനിമം തിക്നെസ് അതെന്ന് പറയുന്നത് L/50 ആണ്. L എന്ന് പറഞ്ഞാൽ ഇന്നർമോസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ദി കണക്റ്റിംഗ് ലൈൻ ഓഫ് ബോൾട്ട് ആണ്. ബോൾട്ടിൻ്റെ കണക്റ്റിംഗ് ലൈൻ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ് ആ L എന്ന് പറയുന്നത്. സോ L/50 ആണ് മിനിമം തിക്നെസ് ഓഫ് ബാറ്റൻ പ്ലേറ്റ്. ദെൻ ബാറ്റൻഡ് പ്ലേറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്യണം എന്നാണ്. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും. എത്രത്തോളം ഇഫക്റ്റീവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യണം ബാറ്റൻഡ് പ്ലേറ്റിൻ്റെ. സോ ഓപ്ഷൻസിൽ നിന്നും 10% ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: angle of inclination of the lacing bar with the longitudinal axis of the column should preferably be between. സോ ഇത് SSC 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഓൾറെഡി പറഞ്ഞു, ലേസ്ഡ് കോളംസും ബാറ്റൻഡ് കോളം, ലേസിങ്ങും ബാറ്റൻസും യൂസ് ചെയ്യുന്നത് കോളംസിനെ കണക്ട് ചെയ്യാനാണ്. സോ ലേസിംഗ് ബാർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ലേസ്ഡ് കോളമാണ്. അവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 40 to 70 ഡിഗ്രി ആണ്. സോ ഒരു നോർമൽ വാല്യൂ ഒരു 45 ഡിഗ്രിയാണ്. ബട്ട് റേഞ്ച് ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 40 to 70 ഡിഗ്രിയാണ്. ദെൻ എഗെയിൻ നമുക്ക് ലേസ്ഡ് കോളത്തിന് സിംഗിൾ ലേസിംഗ് എന്നും ഡബിൾ ലേസിംഗ് എന്നും ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതിൽ ഫസ്റ്റ് ഫിഗറാണ് ഡബിൾ ലേസിംഗ്. ഓക്കെ, 2 ലേസിംഗ് ബാർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഫിഗറാണ് സിംഗിൾ ലേസിംഗ്. ഓക്കെ, സിംഗിൾ ലേസിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മിനിമം തിക്നെസ് ഓഫ് ലേസിംഗ് മെമ്പർ, അതിൻ്റെ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് L/40 ആയിരിക്കും. ഇനി നമ്മൾ ഡബിൾ ലേസിംഗ് ബാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിനിമം തിക്നെസ് ഓഫ് ഡബിൾ ലേസിംഗ് ബാർ എന്ന് പറയുന്നത് L/60 ആയിരിക്കും. സോ അതാണ് അതിൻ്റെ വാല്യൂ. ദെൻ അഗെയിൻ വൺ മോർ പോയിന്റ്, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ലേസ്ഡ് കോളം. സോ ഇഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 1.05 ടൈംസ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ദി കോളമാണ്. എന്നുള്ളത് ലേസ്ഡ് കോളത്തിൽ 1.05 ആയിരുന്നു, ബാറ്റൻഡ് കോളത്തിൽ ഈ വാല്യൂ 1.1 ആണ്. സോ ആ ഡിഫറൻസ് ഓർത്തു വെക്കാം. ദെൻ മാക്സിമം വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ, ഒരു ലേസിംഗ് ബാറിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 145 ആണ്. 145 കൂടാൻ പാടില്ല. അപ്പോൾ അതാണ് എൻ്റെ റേഞ്ച്. ദെൻ മിനിമം വിഡ്ത്ത് ഓഫ് ലേസിംഗ് ബാർ, അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ മിനിമം വിഡ്ത്ത് ഓഫ് ലേസിംഗ് ബാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 into നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. ഡയമീറ്റർ ഓഫ് ബോൾട്ടിൻ്റെ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടിൻ്റെ 3 ടൈംസ് ആയിരിക്കും നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ ലേസിംഗ് ബാർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലേസിംഗ് ബാർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടു റെസിസ്റ്റ് എ ട്രാൻസ്വേഴ്സ് ഷിയർ. അത് ട്രാൻസ്വേഴ്സ് ഷിയർ റെസിസ്റ്റ് ചെയ്യുന്നത്, അതായത്
ആ ട്രാൻസ്വേഴ്സ് ഷിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5% ഓഫ് ആക്ച്വൽ ഫോഴ്സ് ഇൻ ദ മെമ്പർ. ആ മെമ്പറിലെ ആക്ച്വൽ ഫോഴ്സിൻ്റെ 2.5% ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഷിയർ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലേസിംഗ് ബാർ ഡിസൈൻ ചെയ്യുന്നത്. സോ ആ വാല്യൂ 2.5% അത് ഓർത്തിരിക്കുക. അതാണ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ലേസിംഗ് ബാറിൻ്റെ ഇൻക്ലിനേഷൻ ആണ്. സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 40 to 70 ഡിഗ്രി ആണ്. 40 to 70 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമ്മൾ ലേസിംഗ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡയമീറ്റർ ഓഫ് റിവറ്റ് കണക്റ്റിംഗ് പ്ലേറ്റ് ഓഫ് തിക്നെസ് 16 mm given by Unwin's formula is. Options are given: A 28 mm, B 24 mm, C 22 mm and D none of this. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അൺവിൻസ് ഫോർമുലയാണ്. സോ ഇറ്റ്സ് എ ഫോർമുല യൂസ് ടു ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ റിവറ്റ്. റിവറ്റിൻ്റെ സൈസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു റിലേഷൻഷിപ്പാണ്, അതായത് നമ്മുടെ റിവറ്റിൻ്റെ ഡയമീറ്ററും കണക്റ്റിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ്. സോ അത് കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ്. സോ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ ഈസ് ഈക്വൽ ടു 6.04 ഇൻറ്റു റൂട്ട് ടി. ഇവിടെ ടി എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ദി കണക്റ്റിംഗ് പ്ലേറ്റ് ആണ്, അത് MM-ലാണ്. ഇവിടെ ഡി എന്ന് പറയുന്നതും ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് MM-ലാണ് ആൻസർ കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യനിലെ ഗിവൺ തിക്നെസ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് 16 mm ആണ്. സോ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 24 mm എന്ന് കിട്ടും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. അൺവിൻസ് ഫോർമുല കണക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഏതൊക്കെ രണ്ട് പാരാമീറ്റേഴ്സിനെയാണ് ഈ ഫോർമുല കണക്ട് ചെയ്യുന്നത്? ഒന്ന് ഡയമീറ്റർ ഓഫ് ദ റിവറ്റും തിക്നെസ് ഓഫ് ദി കണക്റ്റിംഗ് പ്ലേറ്റ്. അങ്ങനെയും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫില്ലറ്റ് വെൽഡ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ഈസ്. ഓപ്ഷൻസ്: ലെസ് ദാൻ 45 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി, ലെസ് ദാൻ 60 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 145 ഡിഗ്രി. ഫില്ലറ്റ് വെൽഡ് യൂസ് ചെയ്യുന്നത് രണ്ട് പീസസ് ഓഫ് മെറ്റൽസിനെ ജോയിൻ ചെയ്യാനാണ്. മേ ബി അത് റൈറ്റ് ആംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എനി ആംഗിൾ. സോ അതിനെ ജോയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ഓഫ് ദ വെൽഡ്. ആ ഫ്യൂഷൻ ഫേസസിന് ആംഗിൾ എന്ന് പറയുമ്പോൾ നോട്ട് ലെസ് ദാൻ 60 ഡിഗ്രിയും നോട്ട് മോർ ദാൻ 120 ഡിഗ്രിയും. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫില്ലറ്റ് വെൽഡ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് എന്നാണ്. അപ്പോൾ 60 ഡിഗ്രിയിൽ കുറവാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യില്ല, 120 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിലും യൂസ് ചെയ്യില്ല. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഫില്ലറ്റ് വെൽഡ് റെക്കമെൻഡ് ചെയ്യില്ല. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ലേസിംഗ് ബാർസ് ഷുഡ് നോട്ട് എക്സീഡ്സ്. ഓപ്ഷൻ എ 100, ബി 120, സി 180, ഡി 145. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലേസിംഗ് ബാറിൻ്റെ മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 145 ആണ്. സോ ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 18 mm rivets are used in lacing bars, then minimum width of lacing bars should be. Options: A 45 mm, B 50 mm, C 55 mm, D 60 mm. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലേസിംഗ് ബാർസിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇൻറ്റു നോമിനൽ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിവറ്റിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ 3 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ റിവറ്റ്, 3 ഇൻറ്റു 18 ചെയ്യുക, 54 mm എന്ന് കിട്ടി. സോ അതാണ് നമ്മുടെ മിനിമം വിഡ്ത്ത് ഓഫ് ലേസിംഗ് ബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ സി ആണ് ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് നമ്മൾ SSC JEയുടെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക.